വിജയകുമാർ, ഈ ബബിത നെയ്യാറ്റിൻകരയിൽ ഇറങ്ങി അതിനുശേഷം ഈ കുട്ടി ഏത് തീവണ്ടി സ്റ്റേഷനിൽ വേണമെങ്കിലും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ഓട്ടോ ഡ്രൈവറുടെ ഒരൊറ്റ മൊഴി മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കന്യാകുമാരിയിൽ തിരച്ചിൽ കേന്ദ്രീകരിക്കുന്നത് എത്രമാത്രം ആശാവഹമാണ്? വേണു, കഴിഞ്ഞ 4-4.5 മണിക്കൂറായി കന്യാകുമാരി കേന്ദ്രീകരിച്ച് കേരള പോലീസും തമിഴ്നാട് പോലീസും നടത്തുന്ന വലിയ പരിശോധന ഇതുവരെ അത് ഏതെങ്കിലും തരത്തിൽ ഒരു ഫലസൂചന അതിലുണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. വീണ്ടും അതിൽ കൃത്യമായ ഒരു വിവരം അവിടെ നിന്ന് കിട്ടാൻ കഴിയുന്ന സാഹചര്യമില്ല. ഇപ്പോൾ ഈ സമയത്ത് ഈ ട്രെയിൻ അവിടെ എത്തിയെന്ന് പറയുന്ന സമയത്ത് ഏതാണ്ട് അതിനുശേഷമുള്ള 1 മണിക്കൂറിലധികമുള്ള CCTV ദൃശ്യങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനകത്തേതും പുറത്തേതും ഇതിനോടകം പരിശോധിച്ചെങ്കിലും ഈ കുട്ടിയെപ്പറ്റി ഒരു സൂചനയും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കന്യാകുമാരിയിൽ ഇനി കേന്ദ്രീകരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നറിയില്ല. പക്ഷേ അപ്പോഴും ഈ ഓട്ടോ ഡ്രൈവർ നൽകിയ മൊഴി അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ആ മേഖലയിലൊക്കെ ഇതിനോടകം പോലീസിൻ്റെ പരിശോധന നടന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും കൊണ്ട് പോലീസ് ഈ പരിശോധന ഈ കേന്ദ്രങ്ങളിലൊക്കെ നടത്തി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മേഖലയിൽ ഇപ്പോൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ബീച്ചിലുമൊക്കെയായി 4-4.5 മണിക്കൂർ ഈ കുട്ടിക്ക് വേണ്ടിയുള്ള പരിശോധന തുടരുകയാണ്. ഇനി മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ അടുത്ത സാധ്യത ചെന്നൈയിലേക്കുള്ള ആ കുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും കന്യാകുമാരിയിൽ ഇറങ്ങി എന്നതിൻ്റെ ഒരു CCTV ഫുട്ടേജും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് റെയിൽവേ സ്റ്റേഷന് പുറത്ത് വെച്ച് കുട്ടിയെ കണ്ടുവെന്നാണ് ഓട്ടോ ഡ്രൈവർ പറയുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനകത്ത് കുട്ടി ഇറങ്ങിയതിൻ്റേതോ അവിടേക്ക് തിരികെ എത്തിയതിൻ്റേതോ അവിടെ വന്നതിൻ്റേതായ ഒരു തെളിവുമില്ല. പക്ഷേ റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഈ കുട്ടിയോട് സാമ്യമുള്ള ഒരാളെ കണ്ടുവന്ന് ഈ ഓട്ടോ ഡ്രൈവർ പറയുന്നു. അദ്ദേഹം മൊഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇത്തരം മിസ്സിംഗ് കേസുകളിൽ ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഇത്തരം വിവരങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അത് നേരത്തെ വേണു തന്നെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് നടത്തിയ തെരച്ചിൽ, അപ്പോൾ അത്രയും സമയം അവിടെ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതാണ് ഇവിടെയും ഉയരുന്ന പ്രശ്നം. ഇപ്പോൾ 4-4.5 മണിക്കൂർ 5 മണിക്കൂറിലേക്കാകുന്നു കന്യാകുമാരിയിൽ മാത്രം കേരള പോലീസും തമിഴ്നാട് പോലീസും ഒക്കെ തെരച്ചിൽ നടത്തുന്നത്. അപ്പോൾ എവിടെയാണ് ആ കുട്ടി എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ട്രെയിനിൽ കുട്ടി ഉണ്ടായിരുന്നു എന്നാണ് ബബിത പറയുന്നത്. അതിനുശേഷം ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. പക്ഷേ ഈ CCTVകളിലൊന്നും ഈ കുട്ടിയുടെ ദൃശ്യമില്ല എന്നതാണ് പോലീസിനെ കുഴക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഒരു വലിയ പ്രശ്നമായി തുടരുകയാണ്. അതിലൊരു വ്യക്തത വരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ അജീഷ് ജയകുമാർ സംസാരിക്കുമ്പോൾ അജീഷ് പറയുന്നുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനകത്തേക്ക് വീണ്ടും ഈ കഴക്കൂട്ടത്തു നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനകത്ത് പരമാവധി CCTVകൾ വിവിധ ആംഗിളുകളിൽ നിന്ന് പരിശോധിക്കുകയാണ് എന്നത്. പക്ഷേ പിന്നീട് നമ്മൾ കേട്ടത് ഏതാണ്ട് 1/2 മണിക്കൂർ 1 മണിക്കൂർ തുടർച്ചയായി ആ CCTV നോക്കിയിട്ടും 1/2 മണിക്കൂർ 1 മണിക്കൂർ ദൈർഘ്യത്തിൽ ആ CCTV നോക്കിയിട്ടും ഒരിടത്തൊന്നും ആ കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നതിൻ്റെതായ ഒരു സൂചനയും കന്യാകുമാരിയിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും എവിടേക്ക് പോയി എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഒരു വ്യക്തത അക്കാര്യത്തിൽ വന്നിട്ടില്ല എന്ന് തന്നെയല്ല, അതിലേക്ക് നീളുന്ന ഏതെങ്കിലും ഒരു ലീഡ് കേരള പോലീസിനോ തമിഴ്നാട് പോലീസിനോ കിട്ടിയിട്ടുമില്ല. അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് തിരുനെൽവേലി റൂട്ടിൽ ചെന്നൈയിലേക്ക് കുട്ടി പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ചെന്നൈയിൽ തമിഴ്നാട് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ കുട്ടിയുടെ ചിത്രം കാണിച്ചുള്ള ഒരു തെരച്ചിൽ നടത്തുന്നതിനെ പറ്റി ആലോചിക്കുന്നു എന്ന വിവരം വരുന്നുണ്ട്. അതല്ലാതെ ചെന്നൈയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുക, അതല്ലെങ്കിൽ ചെന്നൈയിൽ എത്തുന്നതിന് മുൻപ് തിരുനെൽവേലി അടക്കം പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, അവിടെ പരിശോധിക്കുക. അങ്ങനെ ഈ ദൗത്യം കന്യാകുമാരി മാത്രം കേന്ദ്രീകരിക്കുന്നതിൽ ഇനി എത്ര അർത്ഥമുണ്ടെന്ന് നമുക്കറിയില്ല. എന്നാൽ ഈ മൊഴി ഉള്ളതുകൊണ്ട് അത് തള്ളിക്കളയാനും കഴിയില്ല. അപ്പോൾ പോലീസിന് അത് പരിശോധിക്കുക, അവിടുത്തേതിൽ കന്യാകുമാരിയുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി മാത്രമേ ഇനി അടുത്ത മേഖലയിലേക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ വരുന്ന വിവരങ്ങൾ മുഴുവൻ തലമുടി നാരിഴ കീറി പരിശോധിക്കുന്നത് പോലെ പരിശോധിച്ച് അതിൽ ഒരു തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം അടുത്ത മേഖലയിലേക്ക് പോകുക എന്നത് മാത്രമേ പോലീസിന് ചെയ്യാൻ കഴിയൂ. അക്കാര്യത്തിൽ പോലീസിനും വലിയ ആശയക്കുഴപ്പമുണ്ട്. ഏതായാലും 5 മണിക്കൂറാകുന്നു ഈ കന്യാകുമാരി മാത്രം കേന്ദ്രീകരിച്ച് ഈ പരിശോധന നടത്തുന്നത്. അവിടെ കുട്ടി ഉണ്ടെന്ന് ഏതാണ്ട് ഉറപ്പിച്ചായിരുന്നു ഇത്രയും സമയം മുന്നോട്ട് പോയത്. ബീച്ചിലും ക്ഷേത്രത്തിലെ വഴിയിലും പള്ളിയുടെ ഭാഗത്തും അവിടുത്തെ കടകളിലും വ്യാപാര കേന്ദ്രങ്ങളിലും ഒക്കെ കേരള പോലീസും തമിഴ്നാട് പോലീസും ഒരുപോലെ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഈ ചിത്രം കാണിച്ച് അവരോടുള്ളവരോട് ഈ കുട്ടിയെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു മൊഴിയും അവിടെ ഒന്നും കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഈ പറയുന്ന അന്വേഷണ സംഘങ്ങൾക്കില്ല എന്നാണ് തോന്നുന്നത്. പരമാവധി സമയം അവിടെ തിരയുക, CCTV എന്തെങ്കിലും സൂചനകൾ നൽകുന്ന വിവരം വരുന്നോ എന്ന് പരിശോധിക്കുക. പക്ഷേ നിലവിൽ ഈ റെയിൽവേ സ്റ്റേഷനകത്തും റെയിൽവേ സ്റ്റേഷന് പുറത്തും
ഉള്ള CCTVകളിൽ ഈ കുട്ടി അവിടെ എത്തിയതിൻ്റെതായ ഒരു ചിത്രവും ഒരു ഫുട്ടേജും ഇല്ല എന്നതാണ് ഈ ദൗത്യത്തെ ഈ ഘട്ടത്തിൽ ഈ പറയുന്ന കന്യാകുമാരിയിൽ ഇനി തുടരണമോ എന്ന ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഈ മൊഴി ഈ ഓട്ടോ ഡ്രൈവർ നൽകിയതുകൊണ്ടും അത് ഉപേക്ഷിച്ച് പോകാൻ കഴിയാത്ത നിലയാണ് പോലീസ് സംഘത്തിനുള്ളത്. വേണു. ശരി, വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊടുക്കുന്നത്. ഷഫീദ് റാവുത്തറും ചേരുന്നുണ്ട്. കന്യാകുമാരിയിലാണ് ഷഫീദ് റാവുത്തർ ഉള്ളത്. അവിടെ വിപുലമായ തെരച്ചിൽ തന്നെയാണ് തമിഴ്നാട് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണമാണ് നടത്തുന്നത് എന്നാണ് ഷഫീദ് നേരത്തെ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തത്. ഷഫീദ് തുടരുന്നുണ്ട്. ഷഫീദ്, ഈ കുട്ടിയുടെ യാത്ര പരിശോധിച്ചാൽ നിശ്ചയിച്ചുറപ്പിച്ച ഒരു രീതി കാണാം. ഇപ്പോൾ വീട്ടിൽ നിന്നിറങ്ങുന്നു, ഇപ്പോൾ 20 ദിവസമൊക്കെ ആയുള്ളൂ അവിടെ എത്തിയിട്ട്, കഴക്കൂട്ടത്ത് എത്തിയിട്ടെന്നൊക്കെ പറയുമ്പോഴും ഈ കുട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നു, കൃത്യമായി ബസ് പിടിച്ച് തമ്പാൻ ഇറങ്ങുന്നു, അവിടെ നിന്ന് തീവണ്ടിയിൽ കയറുന്നു. അപ്പോൾ നിശ്ചയിച്ചുറപ്പിച്ച പോലുള്ളൊരു യാത്രാ രീതിയാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ നെയ്യാറ്റിൻകരയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു ഇട സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള സാധ്യത കുറവ് തന്നെ ആയിരിക്കില്ലേ? അതുകൂടി പരിഗണിച്ചുകൊണ്ടാണോ ഈ തീവണ്ടി എത്തുന്ന സ്ഥലം അവിടെ തന്നെയാകാം ഈ കുട്ടി ഇറങ്ങിയിട്ടുണ്ടാവുക എന്ന നിഗമനം പോലീസ് ഇപ്പോഴും വെച്ചു പുലർത്തുന്നത്? അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അങ്ങനെയെങ്കിൽ ഏറ്റവും ആധികാരികമായ തെളിവായി കിട്ടേണ്ടത് CCTV ദൃശ്യങ്ങളാണ്. അതില്ല എന്നത് ഈ പറയുന്ന ആലോചനയുമായി പൊരുത്തപ്പെടുന്നതുമല്ല. അവിടെ എവിടെയാണ് പോലീസിൻ്റെ ഒരു മുന്നോട്ടുള്ള ചിന്തകൾ പോകുന്നത്? ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഈ കന്യാകുമാരിയിലേക്ക് പെൺകുട്ടി എത്തി എന്നുള്ളത് അത് തെളിയിക്കുന്ന ഒരു CCTV ദൃശ്യം നമ്മുടെ കയ്യിലില്ല. കാരണം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ വളരെ വിപുലമായിട്ടുള്ള CCTV സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ നടത്തിയ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ ആ പെൺകുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി എന്നുള്ളത് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അല്പസമയം മുൻപ് ഈ CCTV റൂമിൻ്റെ, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ CCTV റൂമിൻ്റെ ചുമതലയുള്ള RPF ഉദ്യോഗസ്ഥൻ നമ്മളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു, അവർക്ക് ഇന്നലെ നമ്മൾ പറയുന്ന സമയം, അതായത് ബബിത പറഞ്ഞ സമയം, അത് 1 മണിക്ക് തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ട്രെയിനാണ്. അത് 2:30 സാധാരണഗതിയിൽ കന്യാകുമാരിയിലേക്ക് എത്തണം, 2:45 എത്തണം. പക്ഷേ ഇന്നലെ അത് വന്നത് 3:30 പക്ഷേ അത് അവിടുത്തെ അന്നേരത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ആ പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയതിന് തെളിവില്ല. അതിനുശേഷം പിന്നെ അതിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഇന്ന് പുലർച്ചെ 5:30 ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻപിൽ വെച്ച് ഈ പെൺകുട്ടിയെ കണ്ടു എന്നുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയാണ്. അത് ഓട്ടോറിക്ഷ ഡ്രൈവർ ആ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ അത് തിരിച്ചറിയുന്നുമുണ്ട്. അങ്ങനൊരു മൊഴിയുണ്ട്. പക്ഷേ 5:30 ശേഷം നിലവിൽ ഇപ്പോൾ പരിശോധനയിൽ ഈ പെൺകുട്ടിയെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് CCTVകളിൽ നിന്ന് എവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫ്രണ്ട് CCTV 1-2 എണ്ണം മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ചില ഭാഗങ്ങൾ അത് വിട്ടുപോയിട്ടുമുണ്ട് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. ഈ പോലീസ് സംശയിക്കുന്ന ഒരു കാര്യം, ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടി മറ്റേതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ, അത് അവരേറ്റവും കൂടുതൽ സംശയിക്കുന്നത് നാഗർകോവിൽ തന്നെയാണ്. നാഗർകോവിലിൽ ഇറങ്ങിയിട്ട് ഒരു പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം മറ്റേതെങ്കിലും ട്രെയിൻ പിടിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗമോ ഇവിടേക്ക് എത്തണം. ഒരു പക്ഷേ ബസ് എടുക്കാം. നാഗർകോവിലിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ബസ് യാത്ര അതത്ര ദൂരമുള്ള യാത്രയൊന്നുമല്ല. പക്ഷേ അതെടുക്കാനുള്ള സാധ്യത അത് തള്ളിക്കളയുന്നില്ല പോലീസ് ഈ ഘട്ടത്തിൽ. കാരണം അതടക്കമുള്ള വിവരങ്ങൾ പരിശോധിക്കാം. തിരുവള്ളി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഈ കന്യാകുമാരിയിൽ നിന്ന് പോകാം. അവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന സാധാരണക്കാർ സഞ്ചരിക്കുന്ന, സാധാരണ മനുഷ്യർ സഞ്ചരിക്കുന്ന, കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ എത്തുന്ന ആൾക്കാർ സഞ്ചരിക്കുന്ന ബസ്സാണ് തിരുവള്ളിയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടാകാം എന്നുള്ള സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഈ ബസ് സ്റ്റാൻഡൊക്കെ കേന്ദ്രീകരിച്ച് കന്യാകുമാരി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. പക്ഷേ ആ പരിശോധനയിലും, ബസ് സ്റ്റാൻഡിലെ പരിശോധനയിലും റെയിൽവേ സ്റ്റേഷനിലെ പരിശോധനയിലും കുട്ടി അവിടെ എത്തി എന്നുള്ളത് തെളിയിക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഈ തമിഴ്നാട് പോലീസ് സംശയിക്കുന്ന ഒരു കാര്യം, ഈ കന്യാകുമാരി പോലൊരു സ്ഥലത്തേക്ക് ഇവിടേക്ക് കുട്ടി എത്തിപ്പെട്ടത് ഇന്ന് പുലർച്ചെയാണെങ്കിൽ കൂടി തന്നെ ഈ കടൽ ഭാഗത്തേക്ക് കുട്ടി എത്തുന്നു. ഇവിടെ നിന്ന് പല സ്ഥലത്തേക്ക് പോകാനുള്ളൊരു സാധ്യത അത് തമിഴ്നാട് പോലീസ് ഒരു സാധ്യതയായി പറയുന്നുണ്ട്. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഇതൊരു വലിയ വാസ്റ്റ് ഏരിയ ആണ്. ഈ വാസ്റ്റ് ഏരിയയിൽ ഏത് ഭാഗത്തേക്ക് പോകാം. കാരണം ചർച്ചുകളുണ്ട്, മോസ്കുകളുണ്ട്, ടെമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ വരുന്ന ആളുകൾക്കിടയിൽ കൂടി ആ കുട്ടി യാത്ര ചെയ്ത് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകില്ലേ എന്നുള്ള ഒരു ആശങ്ക അത് തമിഴ്നാട് പോലീസ് പങ്കുവച്ചിരുന്നു. പക്ഷേ കേരള പോലീസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശങ്കയിലേക്ക് കൊളുത്താൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് നമ്മുടെ പക്കലില്ല. അതുകൊണ്ടാണ് കേരള പോലീസ് രണ്ടാമതൊന്ന് ചിന്തിക്കുന്നത്. അതായത് ഇനിയും ഈ കന്യാകുമാരി കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ട് നമ്മൾ കൂടുതൽ സമയം കളയണോ, അതേസമയം ഒരു യൂണിറ്റിനെ അല്ല 1-2 യൂണിറ്റുകളെ കന്യാകുമാരിയിൽ സ്റ്റഡിയാക്കി നിർത്തിക്കൊണ്ട് ഈ ചെന്നൈ അടക്കമുള്ള, മുൻപ് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നിന്ന് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, തിരുനെൽവേലി ആകാം, അതല്ലെങ്കിൽ തിരുനെൽവേലിക്ക് പോകാൻ ബസ്സുകളുണ്ട്. അതേപോലെ തന്നെ
രാമേശ്വരത്തേക്ക് പോകാം, ബസ്സുകളുണ്ട്, മറ്റ് സ്ഥലത്തേക്ക് പോകാം. അവിടെ എവിടേക്കെങ്കിലും ഈ കുട്ടി മൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നിലവിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ 3 സാധ്യതയിൽ അന്വേഷണം നടക്കുന്നു. ഒന്നാമത്തെ സാധ്യത കന്യാകുമാരി കേന്ദ്രീകരിച്ച് 2 യൂണിറ്റുകൾ പരിശോധനയും തിരച്ചിലും നടത്തും. രണ്ടാമത്തേത് ഈ ബസ് വഴി കുട്ടി കണക്ട് ചെയ്ത് പോകാനുള്ളത്. മൂന്നാമത്തേത് ചെന്നൈ. ഈ ചെന്നൈ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷനായി വെക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു തിരച്ചിൽ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും ആ CCTV ദൃശ്യങ്ങളിൽ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ ആശങ്കയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പോലീസ്. അത് പ്രത്യേകിച്ച് കേരള പോലീസിനെ സംബന്ധിച്ച് കേരള പോലീസ് വലിയ പ്രതീക്ഷയോടെയായിരുന്നു ഇങ്ങോട്ടേക്ക് എത്തിയത്. കാരണം ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ആ സമയത്ത് നേരം പുലർന്ന് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ പെട്ടെന്ന് കന്യാകുമാരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തസ്മിത്ത് തംസിനായുള്ള അന്വേഷണം ഇപ്പോൾ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കന്യാകുമാരിയിൽ വന്ന ഈ കുട്ടി തീവണ്ടി ഇറങ്ങിയതിൻ്റെ CCTV ദൃശ്യങ്ങളില്ല. അപ്പോഴും അവിടെ ഇറങ്ങിയിട്ടുണ്ടാകാമെന്ന സാധ്യത അന്വേഷണ സംഘം പോലീസ് തള്ളുന്നില്ല. കേരള പോലീസും തമിഴ്നാട് പോലീസും തള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.